ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമുക്കിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള ആത്മബന്ധം നിലനിർത്താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ടാരോനോട് ചോദിച്ചാലോ? നമുക്ക് നമ്മുടെ ആൻസസ്റ്റേഴ്സിൻ്റെ അടുത്ത്, ഹയർ സോൾസിൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക, കണ്ണടച്ചിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുക. ടേക്ക് എ ഡീപ് ബ്രെത്ത്. എന്നിട്ട് സങ്കല്പിക്കുക. നമുക്ക് റീഡിങ് എടുക്കാം. നിന്റെ സന്തോഷത്തെ കളയുന്നത് നിന്റെ ചിന്താഗതിയാണ്. ഇതാണ് ടാരോ പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 37 എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുന്നത് സൂര്യൻ്റെ എനർജിയാണ്. അപ്പോൾ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡോമിനൻ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും നിങ്ങൾ. ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി പിടിവാശി, നമ്മൾ പറയുന്നത് അംഗീകരിക്കണം എന്നുള്ള എന്താ പറയുക, ഒരു ഞാനും പിടിവാശി തന്നെയല്ലേ പറയുന്നത്. നമ്മൾ പറയുന്നത് അവർ ചെയ്യണം, നമ്മൾ പറയുന്നത് പോലെ അവർ പ്രവർത്തിക്കണം, നമ്മൾ പറയുന്നത് പോലെ അവർ ചിന്തിക്കണം എന്നുള്ളൊരു പിടിവാശി. അത് മാറ്റാനാണ് ടാരോ പറയുന്നത്. അതാണ് നിങ്ങളുടെ ആത്മബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കുന്നത്. അത് ആരുമായിട്ടുള്ളതായിക്കോട്ടെ, സുഹൃത്തുക്കളോടായിക്കോട്ടെ, നമ്മുടെ ബന്ധുമിത്രാദികളായിക്കോട്ടെ, നിങ്ങളുടെ ഏറെ പ്രിയപ്പെട്ടവരോടായിക്കോട്ടെ, നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. നിങ്ങളുടെ ചിന്താഗതിയാണ് ബന്ധങ്ങൾക്ക് തടസ്സം വരാൻ കാരണം ഇത് നോക്കുക, ഇതൊരു ചിത്രശലഭമാണല്ലേ, ഇത് കാറ്റർപില്ലറാണ്, ബട്ടർഫ്ലൈ ആണ്. ഇത് നോക്കുന്നത് കണ്ണാടിയിൽ നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ രൂപമാണോ റിഫ്ലക്റ്റ് ചെയ്യുന്നത് മിററിൽ? അല്ല, അല്ലേ? കാറ്റർപില്ലറിൻ്റെ ശരിക്കുള്ള ഐഡൻറ്റിറ്റി ഇതല്ല. അതിൻ്റെ ഐഡൻറ്റിറ്റി ശരിക്കും പറഞ്ഞാൽ ബട്ടർഫ്ലൈ ആണ്. പക്ഷെ അതിൻ്റെ സ്റ്റേജ്, അതിൻ്റെ മനസ്സ്, ഓരോ വളർച്ച സ്റ്റേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചൈൽഡിഷ്, ഇതൊരു കുട്ടിക്കാലമല്ലേ. കാറ്റർപില്ലർ ഒരു ചൈൽഡ് സ്റ്റേജ് ആണല്ലോ കാറ്റർപില്ലറിൻ്റെ അവസ്ഥ. എന്താ പറയുക ഇതിന്, പുഴു അല്ലേ? പുഴുവായിട്ടിരിക്കുക എന്നുള്ളത്. പക്ഷേ ഇതതിൻ്റെ ഐഡൻറ്റിറ്റി ആണോ? അല്ല. അതിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്? ചിത്രശലഭമാണ്, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ചിന്താഗതികളും. നിങ്ങളുടെ ചിന്താഗതികൾ നിങ്ങളുടെയാണോ? അല്ല. അതിൽ ഓവർ തിങ്കിങ് ചെയ്തിട്ട് നിങ്ങൾ സത്യം, ഇപ്പുറത്തെ ഒരു സത്യമുണ്ട്, ഇതല്ല നിങ്ങളുടെ ചിന്താഗതി. ഇങ്ങനെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടിരിക്കേണ്ടവരല്ല നിങ്ങൾ. നിങ്ങളുടെ ഒരു സ്നേഹബന്ധം സ്ട്രോങ്ലി നമ്മളത് സ്റ്റേ ഓൺ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി മാറ്റണം. കാരണം ഇപ്പുറത്തെ ഒരു ബ്യൂട്ടിഫുൾ സോൾ നിങ്ങൾക്കുണ്ട്, നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ. പക്ഷേ ചില സംഘർഷങ്ങൾ കാരണം, ചില തെറ്റായ ചിന്താഗതികൾ കാരണം ഒക്കെ നിങ്ങൾ വേറൊരു പേഴ്സണായിട്ട് മാറി ഡോമിനൻ്റ് ആവുകയാണ്. അങ്ങനെ ഡോമിനൻ്റ് ആവരുത്. നിങ്ങളെ പ്രിയപ്പെട്ടവരുടെ മനസ്സും കൂടി നിങ്ങൾ കാണണം, അവരുടെ സ്നേഹം തിരിച്ചറിയണം, നിങ്ങളുടെ പിടിവാശി ഇത്തിരി കുറയ്ക്കണം. അതങ്ങനെയാണ് മനുഷ്യർ. നിങ്ങൾ കുറ്റം പറയുകയല്ല, നമ്മൾ അങ്ങനെയാണ്. നമ്മൾ ഓവറായിട്ട് ഒബ്സസ്ഡ് ആയി പോകും. നമുക്ക് ഇഷ്ടമുള്ളവരെ ഒരാളുടെ അടുത്ത് നമ്മൾ കൂടുതൽ കെയറിങ് കൂടുതൽ കാണിക്കും. അവർ കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടണം. ഓവർ കെയറിങ് കാണിക്കുമ്പോഴത്തേക്കും എന്താ പറ്റുക, അവിടെ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും, ഇല്ലേ? എന്തിനും ഒരു കണ്ടീഷൻ വച്ച് നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. അതിങ്ങനെ ഒരു ഫ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം, അല്ലേ? അതിനൊരു ബന്ധം, ഒരു തട ഇടാൻ പാടില്ല. തട ഇട്ട് കഴിഞ്ഞ് വലിച്ചു മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ആ റിലേഷൻഷിപ്സ് തന്നെ നമ്മളിൽ നിന്ന് ദൂരെ മാറിപ്പോവാനൊരു ഇടയും കൂടിയാകും. അപ്പോൾ കൺസിഡർ ചെയ്യുക, ഇത്തിരി ഫോർഗീവ് ചെയ്യുക. ചെറിയ കുറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ തിരിച്ചറിയുക. നിങ്ങളുടെ ഉള്ളിലൊരു ബ്യൂട്ടിഫുൾ സോളുണ്ട്, ഒരു ലവബിൾ ആയിട്ടുള്ള. എല്ലാത്തിൻ്റെയും പ്രശ്നം സ്നേഹമാണ്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എല്ലാത്തിൻ്റെയും പ്രശ്നം സ്നേഹമാണെന്ന്. കാരണം സ്നേഹം എന്നുള്ളൊരു വികാരം നമ്മുടെ മനുഷ്യനെ വരിച്ച് മുറുക്കി കെട്ടുന്ന ഒരു ഫീലിംഗ് ആണ്. സ്നേഹം ബന്ധങ്ങൾക്ക് ഉലച്ചിലുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നതും സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകുന്നതൊക്കെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളാവട്ടെ, അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങൾ, കൂടുതലും ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നത് എന്താ റീസൺ എന്നറിയോ? ഈ റിലേഷൻഷിപ്സിൽ വരുന്ന പാളിച്ചകൾ മൂലമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ തിരിച്ചറിയുക,
നിങ്ങളുടെ ബന്ധത്തിൻ്റെ വില തിരിച്ചറിയുക, അതിൻ്റെ മൂല്യം തിരിച്ചറിയുക. പോയാൽ നമുക്കത് തിരിച്ച് കിട്ടില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം? അതിനെ ചേർത്ത് ഒരു എന്താ പറയണേ, ഒരു കുഞ്ഞിനെ പോലെ കൊണ്ട് നടക്കണം. കെയർഫുള്ളായിട്ട് ഒരു ക്രിസ്റ്റൽ, ഒരു കണ്ണാടി പോലെ കൊണ്ട് നടക്കണം. താഴെ വീണ് കഴിഞ്ഞാൽ, ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ അത് പിന്നെ പഴയതുപോലെ ആവോ? ഒരിക്കലും ഇല്ല അല്ലേ? അപ്പോൾ അതേപോലെ നിങ്ങളുടെ ഉള്ളിലുള്ളതിനെ തിരിച്ചറിയുക, നിങ്ങളുടെ സത്വത്തെ തിരിച്ചറിയുക. ഈ ദേഷ്യം, മുൻകോപം, പിടിവാശി, ഓവർ കെയറിങ്, ഓവർ കൺട്രോളിങ് ഒക്കെ ഒന്ന് കുറയ്ക്കുക. ആ സ്നേഹത്വത്തിന് എന്നും നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടക്കണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതാണ് ടാരോ പറയുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളായി ചിരിക്കുക, ചിന്തിക്കുക, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തിരിച്ചറിയുക, ദേഷ്യപ്പെടാണ്ടിരിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ കേട്ടോ. ഓവർ തിങ്കിങ് ചെയ്യേണ്ട. അപ്പോൾ ഈ എനർജി ക്ലെയിം ചെയ്യാം പ്ലീസ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ടാറ്റാ.